ഈശ്വരി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം അസ്മദാചാര്യപര്യന്താം വന്ദേ പരമേ ശിരസ്മേ ഭഗവത്പാദം ശങ്കരാചാര്യം വന്ദേ ഈശ്വരദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. നാലാം ബ്രാഹ്മണം ഭാഷ്യം. ജ്ഞാനോത്പത്തേ പ്രാഗൂർധം തത്കാല ജന്മാന്തര സംവിധാനാഞ്ച കർമ്മണ അപ്രവൃത്തഫലാനാം വിനാശസിദ്ധോ ഭവതി. ഫലപ്രാപ്തിർ വിഘ്നനിഷേധശ്രുതേരൈവ ക്ഷീയന്തേ ചാസ്യ കർമാണി. ഇവിടെ തത്വജ്ഞാനിയുടെ ഒന്നിനെക്കുറിച്ച് പറയുന്ന ശ്രുതികൾ ഭാഷ്യകാരനൂടെ കാണിക്കുകയാണ്. മുണ്ടകോപനിഷത്ത്, ഛാന്ദോഗ്യം, ബൃഹദാരണ്യകം, തൈത്തിരീയം, ഗീത, പല ഭാഗങ്ങളിൽ ഇതെങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ക്ഷീയന്തേ ചാസ്യ കർമാണി. ഓരോ ശ്രുതിയും ഓരോ താല്പര്യത്തെ കാണിക്കുകയാണ്. അത് സർവകർമ്മങ്ങളും പോകുന്നു, ഇല്ലാതാകുന്നു. തസ്യ താപദേവ ചിരം, അത് പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നു. ക്ഷേന്ദ്ര ചാസ്യ കർമാണി എന്ന് പറയുമ്പോൾ കർമാണി ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. സാധാരണ സഞ്ചിതം ആഗാമം ഇത് രണ്ടും നശിക്കും, പ്രാരബ്ധ ശേഷിക്കും എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിന് പറയുന്നു. ഇവിടെ ബഹുവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ദ്വിവചനമല്ല, സർവകർമ്മങ്ങൾ. അപ്പോൾ അത് സർവകർമ്മനാശത്തിനും അതെടുക്കാം. തസ്യ താവദേവ ചിരം എന്ന് പറയുമ്പോൾ അതിന് പിന്നും ഒരു താമസമുണ്ട്. പിന്നീട് തത്വജ്ഞാനം ഉണ്ടായി, പക്ഷെ ശരീരപാദം വരെ, ശരീരത്തിന്റെ നാശം വരെ, അങ്ങനെ താവദേവ ചിരം. യാവന്ന വിമോക്ഷ്യ വിത്തസമ്മതി. ഇവിടെ പ്രാരബ്ധത്തെ സാധൂകരിക്കുന്നു. സർവേ പാപ്മാനഃ പ്രദൂയന്തേ. സർവപാപങ്ങളും എന്നുവെച്ചാൽ പുണ്യപാപങ്ങൾ. പാപമെന്നും പുണ്യമെന്നും പറയുമ്പോൾ അത് ഉപലക്ഷണമായിട്ട് പറയുന്നു എന്ന് പറയും. സർവ പുണ്യപാപങ്ങളും നിശേഷം നശിക്കുന്നു, ജന്മാഭാവത്തെ കാണിക്കുന്നു. പുണ്യപാപങ്ങളില്ലാതെ ജന്മം ഉണ്ടാകത്തില്ല. ആ മുക്തിയുടെ ഫലം
ജന്മാഭാവം. ജ്ഞാനത്തിന്റെ ഫലം മുക്തി, മുക്തിയുടെ ഫലം ജന്മാഭാവം, സംസാരാഭാവം എന്നെല്ലാം പറയും. ഉദാഹരണം കാണിക്കുന്നു. തം വിദിത്വാ ന ലിപ്യതേ കർമ്മണ പാപകേന. തത്വജ്ഞാനി തം വിദിത്വ അറിഞ്ഞിട്ട്, സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് അവിടെ കർമ്മം കൊണ്ട് ലിപ്തനാകുന്നില്ല എന്ന് പറയുന്നു. കർമ്മം കൊണ്ട് ലിപ്തനാകുന്നില്ല എന്ന് പറയുമ്പോൾ കർമ്മമുണ്ടല്ലോ. കർമ്മമുണ്ട്. തത്വജ്ഞൻ ജ്ഞാനപ്രാപ്തിക്ക് ശേഷവും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രാരബ്ധ അനുകൂലമായ കർമ്മങ്ങൾ. പക്ഷെ അതുകൊണ്ട് അവൻ ലിപ്തനാകുന്നില്ല. ഒരു അജ്ഞനെങ്ങനെയാണ് ആ കർമ്മങ്ങൾ ബന്ധിക്കപ്പെടുന്നത്, അതുപോലെ ജ്ഞാനി ബന്ധിക്കപ്പെടുന്നില്ല. കർമ്മബന്ധനം എന്ന് പറയുമ്പോൾ കർമ്മത്തിന്റെ അനുഷ്ഠാന വേളയിൽ അഹന്ത, മമത ഇതെല്ലാം കൊണ്ട് ആ കർമ്മത്തോട് താതാത്മ്യപ്പെടുക, കർമ്മഫലങ്ങളോട് താതാത്മ്യപ്പെടുക. കർമ്മഫലങ്ങളോട് താതാത്മ്യപ്പെടുമ്പോൾ സുഖദുഃഖാദിയോട് താതാത്മ്യപ്പെടും. പിന്നെ പൂർവ കർമ്മഫലമായി ലഭിച്ച ശരീരത്തിലുണ്ടാകുന്ന വ്യാധികൾ തത്വത്തിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ. പൂർവ കർമ്മഫലമായി വരുന്ന അന്ധക്കരണത്തിൽ വരുന്ന വികാരങ്ങൾ, അന്ധക്കരണ പരിണാമം, കാമക്രോധാദികൾ, രാഗലോഭാദികളെല്ലാം വസ്തു സ്വഭാവത്തെ മാറ്റുന്നതിന് കഴിയുന്നില്ലല്ലോ. അന്ധക്കരണത്തെ സംസ്കരിക്കാം, പക്ഷെ ജ്ഞാനം കൊണ്ട് സാധ്യമല്ല. അതിനുപാസനയോ കർമ്മമോ മറ്റെന്തെങ്കിലും ഉപായങ്ങളോ ഒക്കെ വേണം. അല്ലെങ്കിൽ തത്വജ്ഞാനത്തെ തന്നെ ഉപാസന രൂപത്തിലൊക്കെ സ്വീകരിക്കുന്നു, ജ്ഞാനമായിട്ടല്ല. ജ്ഞാനത്തെ തന്നെ ഉപാസിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് മുഖ്യമായിട്ട് ജ്ഞാനമാണ്, പക്ഷെ അതിനെ തന്നെ ഉപാസിക്കാം, ആവർത്തിക്കാം. വിചാരമല്ല ആവർത്തനം. വിചാരം സംശയങ്ങളെ ദൂരീകരിക്കാൻ സഹായിക്കുന്നതാണ്, അജ്ഞാനത്തെ നശിപ്പിക്കാൻ. അതിനൊക്കെയാണ് വിചാരം സഹായിക്കുന്നത്, ഭ്രാന്തിയെ മാറ്റാൻ. മനനം, വിചാരം, അത് ദുഷ്ടഫലമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് സംശയം ഉണ്ടായാൽ, ലൗകിക വിഷയമായാലും ശരി, അതിനെക്കൂടി ചിന്തിച്ച് ഒരു നിർണയത്തിലെത്തുമ്പോൾ ആ സംശയം മാറും. അതാണ് വിചാരത്തിന്റെ സ്വഭാവം. പക്ഷെ ഉപാസന അങ്ങനെയല്ല, ആവർത്തിക്കുന്നു. ഒരു ജ്ഞാനത്തെ തന്നെ ആവർത്തിക്കുന്നു. ഒരു ശബ്ദത്തെ സ്വീകരിച്ചുകൊണ്ട്
അഹം ബ്രഹ്മാസ്മി ഒരു ശബ്ദമാണ്. അതിൽ നിന്നുള്ള ജ്ഞാനം, എന്ത് ജ്ഞാനമോ ഒരാൾക്ക് കിട്ടുന്നത് ആ ജ്ഞാനത്തെ വെച്ച്. അന്ന് കിട്ടുന്ന യഥാർത്ഥ ജ്ഞാനം ആയിരിക്കണമെന്നില്ല. ഒരുവിന്റെ സംസ്കാരം അനുസരിച്ച് അതിനൊരു ജ്ഞാനം ഉണ്ടാവും, അതിനെ തന്നെ ആവർത്തിക്കും. ഉപാസന രൂപത്തിൽ സ്വീകരിച്ചാൽ അത് ചിത്തശുദ്ധിക്കും മറ്റും ഉപകരിക്കും. ജ്ഞാനം വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയുള്ള ജ്ഞാനപ്രകാശം കൊണ്ട് നദിപ്യത പറയുന്നു. കർമ്മം എല്ലാം അവിടെ ഉണ്ടെങ്കിലും ജ്ഞാനിയുടെ അനുഭവത്തിൽ അതെല്ലാം ഉണ്ട്. ജ്ഞാനിയുടെ അനുഭവത്തിൽ രാഗദ്വേഷങ്ങളും ദ്വന്ദ്ങ്ങളും എല്ലാം ഉണ്ട്. ഉണ്ടെങ്കിലും നന്ദിപ്യതേ, എന്തുകൊണ്ട്? ആത്മബോധം കൊണ്ട്. ആത്മബോധത്തിലൂടെ അതിനെ വീക്ഷിക്കുന്നു. അജ്ഞന് അതിന് കഴിയുന്നില്ല. അജ്ഞന് തന്റെ കയ്യിലുള്ള എന്താണ്? അജ്ഞാനം. അപ്പൊ അജ്ഞാനത്തിലൂടെ അതിനെല്ലാം അനുഭവിക്കുന്നു. സത്യത്തെ മനസ്സിലാക്കുന്നില്ലല്ലോ. മറ്റത് ആത്മബോധത്തിലൂടെ കാണാം. അതുകൊണ്ട് ഫലങ്ങളും അല്ലെങ്കിൽ ആ കർമ്മവും രണ്ടും തത്വജ്ഞനെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല. അത് ബന്ധിക്കുന്നത് ഒന്ന് ഫലരൂപത്തിൽ ബന്ധിക്കുക. ഫലരൂപത്തിൽ ബന്ധിക്കുമ്പോൾ ഒന്നുകിൽ ഇനി വരുന്ന ജന്മങ്ങൾക്ക് കാരണമായി അങ്ങനെ ബന്ധിക്കാം. തത്വജ്ഞന്റെ കർമ്മങ്ങൾ ആഗാമി ബന്ധനങ്ങളായി അത് ബന്ധിക്കുന്നില്ല. അപ്പൊ കർമ്മങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഫലം ഉണ്ടാകണമല്ലോ. ആര് ചെയ്താലും അത് കർമ്മത്തിന്റെ സ്വഭാവമാണ്. അത് തത്വജ്ഞാനിയായാലും ശരി, അജ്ഞനായാലും ശരി, ഒരു കർമ്മത്തിന്റെ അവശ്യം ഭാവി ഫലം ഉണ്ടായാലേ തീരും. അപ്പൊ പിന്നെ അത് ആരിലുണ്ടാവും, എങ്ങനെ ഉണ്ടാവും? തത്വജ്ഞനെ കുറിച്ച് പറയുന്നതാണ് സർവാത്മ താതാത്മ്യം. അവിടെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയില്ല, അഹന്ത താതാത്മ്യമില്ല. എല്ലായിടത്തും ചേർക്കുന്ന അജ്ഞനെ പോലെ ഇല്ലെന്നല്ല. അപ്പോൾ കർമ്മത്തിന്റെ നിയമം അത് സംഭവിച്ചല്ലേ തീരും. നിഗ്രഹ കിം കരിശ്ശേരി പറയുന്നില്ല, അതിനെ നിഗ്രഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഫലങ്ങളെല്ലാം അവിടെ പോവും, ആഗാമി ഫലങ്ങൾ. എന്നാണ് പറയുന്നത്, നിന്ദിക്കുന്നവരിലും സ്തുതിക്കുന്നവരിലേക്കും പോകുന്നു. പാപത്തിന് യോഗ്യമായ പാത്രം വേണം. തത്വജ്ഞാനി അതിന് യോഗ്യമായൊരു പാത്രമുണ്ട്. പക്ഷെ കർമ്മം ദ്വന്ദ്വാത്മകമായതുകൊണ്ട് കർമ്മം അനുഷ്ഠിച്ചോ അതിന് ഫലം പാപപുണ്യം എന്തെങ്കിലും വരും. അപ്പം ആഗാമി ഫലങ്ങൾ കർമ്മനിയമത്തെ തെറ്റിക്കാനും പാടില്ല. കാരണം അത് ഈശ്വരകൃതമാണ്. അത് ജ്ഞാനിക്കും തെറ്റിക്കാനൊക്കത്തില്ല, കൈകടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടത് പുണ്യഫലമാണെങ്കിൽ, പുണ്യകർമ്മഫലമാണെങ്കിൽ സുഖാനുഭവ രൂപത്തിലത് അതിന് യോഗ്യമായ സ്ഥലങ്ങളിലേക്ക് പോകും. അതാണ് പറയുന്നത് തത്വജ്ഞാനി സ്തുതിക്കുന്നവരിൽ പോകുന്നു. ഇനി കർമ്മം പാപരൂപത്തിലാണ് വരുന്നതെങ്കിൽ ഹിംസാദികൾ കർമ്മം അങ്ങനെ വരുമല്ലോ, അത് സംഭവിക്കാം.
അത് നിന്ദിക്കുന്നവരിലേക്ക് പോകും. കാരണം പാപത്തിന് പാത്രമായവരിലേക്ക് പോകും. അങ്ങനെ കർമ്മഫലം അവിടെ തീരും. അപ്പോൾ തത്വജ്ഞാനി അത് നദിപ്യതയെ പറയുന്നു, ബാധിക്കുന്നില്ല. അതുകൊണ്ട് തത്വജ്ഞാനി വീണ്ടും ജന്മത്തിന് കാരണക്കാരനായി തീരുന്നില്ല. അതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് തം വിദിത്വ നദിപ്യതേ പാപകേന ഏതം ഓ ഹ ഏവ ഏതേ ന തരതഃ. അത് തന്നെ വിശദീകരിക്കുന്നു. ഏതം ഇങ്ങനെ ഈ തത്വത്തെ ഗ്രഹിച്ചവൻ അവനെ ഏതേ പുണ്യപാപങ്ങൾ ന തരതഃ സ്പർശിക്കുന്നില്ല. പുണ്യപാപങ്ങൾ അവനെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഏനം കൃതാകൃതേ തപതഃ അവനെ പീഡിപ്പിക്കുന്നില്ല. കൃതാകൃതങ്ങൾ പുണ്യപാപങ്ങൾ ആ തത്വജ്ഞനെ ദുഃഖിപ്പിക്കുന്നില്ല എന്നർത്ഥം. ആ ദുഃഖിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ള അർത്ഥമല്ല. സഞ്ചിത ഫലമായിട്ടോ ആഗാമിയായിട്ടുള്ള ഒന്നും സംഭവിക്കില്ലെങ്കിലും പ്രാരബ്ധരൂപത്തിലുള്ള സുഖദുഃഖങ്ങൾ സംഭവിക്കും. സുഖദുഃഖങ്ങളുടെ പ്രാപ്തി അത് നിഷേധിക്കുന്നില്ല. പക്ഷെ അത് പ്രാപ്തമായാലും തത്വജ്ഞാനി ആ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ മറ്റുള്ള ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളെ കാണുന്നതുകൊണ്ട് അത് തത്വജ്ഞാനിയെ ബന്ധിക്കുന്നില്ല, പീഡിപ്പിക്കുന്നില്ല. അജ്ഞനെ പീഡിപ്പിക്കുന്നത് പോലെ. അതിനാണ് അന്യദുഃഖം തന്നെ ദുഃഖിപ്പിക്കാതിരിക്കുന്നത്. അന്യന്റെ ദുഃഖം തന്നെ ദുഃഖിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് അന്യന്റേതാണെന്ന് അറിയുന്നുണ്ട്, തന്റേതാണെന്ന് അറിയാത്തതുണ്ട്. അന്യദുഃഖം തനിക്കില്ല. പക്ഷെ ഒരുവൻ അന്യദുഃഖത്തോട് സ്വയം താതാത്മ്യപ്പെട്ട വേറൊരാളുടെ ദുഃഖം കാണുമ്പോൾ ഒരാൾക്ക് ദുഃഖം വരും. വേറൊരാളുടെ ശരീരത്തിൽ ദുഃഖം കാണുമ്പോൾ കാണുന്നവന്റെ മനസ്സിന് ദുഃഖം വരുന്നു. അങ്ങനെ ഒരാളുണ്ടല്ലോ, വേറൊരാൾ വളരെ വേദനിക്കും. അത് കാണുന്നവന് അവന്റെ ശരീരത്തിൽ മുറിവോ രോഗമോ ഒന്നുമില്ല, എന്നാലും കാണുന്നവന് ദുഃഖം വരും. അത് മനസ്സുകൊണ്ട് ആ ദുഃഖിക്കുന്ന മനസ്സിനോട് താതാത്മ്യപ്പെടുന്നുണ്ടാണ്. മനസ്സുകൊണ്ട് മനസ്സിനോട് താതാത്മ്യപ്പെടുന്നു. അപ്പോൾ അന്യന്റെ ദുഃഖത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു താതാത്മ്യപ്പെടലില്ലെങ്കിൽ വേറൊരുവന്റെ ദുഃഖത്തോട് ആ ദുഃഖം വരത്തില്ല, തന്നിലേക്ക് വരത്തില്ല. അതൊരു തരത്തിലുള്ള ദുഃഖത്തിന്റെ സംക്രമം മനസ്സ്. അങ്ങനെ മനസ്സിന്റെ ഒരു സിദ്ധിവിശേഷമാണ്. അതിനെവിടെയും പോയി താതാത്മ്യപ്പെടാം. അതല്ലേ സിനിമ കാണുമ്പോൾ കരയുന്നത് ചിരിക്കുന്നത്
അതറിയാൻ വാസ്തവത്തിൽ എന്താണ്? വെറും പടമാണ്, വെളിച്ചവും നിഴലുമാണ്. പക്ഷെ അറിഞ്ഞിട്ടും മനുഷ്യൻ ദുഃഖിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. അതെല്ലാം അനുകൂലതയെ കണ്ടെത്തുന്നു. അവിടെ ദുഃഖം കണ്ടു കഴിഞ്ഞാൽ അതും തനിക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് വീണ്ടും കാണുന്നത്. തന്റെ ദുഃഖമാണെങ്കിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കില്ല. പക്ഷെ അന്യന്റെ ദുഃഖമാണെങ്കിൽ കണ്ടിട്ട് ആസ്വദിക്കും. ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും വളരെ അതിനോട് താതാത്മ്യപ്പെട്ട് ആ ദുഃഖത്തെ കൂടുതൽ അന്യദുഃഖത്തെ സംശീകരിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് കാണണമെന്ന് തോന്നുന്നു. എത്രമാത്രം അതിനോട് താതാത്മ്യപ്പെടാൻ കഴിയും. കാരണം അത് അനുകൂലമായി തോന്നും. അത് തന്റേതല്ല, വേറൊരുതിൻ്റെതാണ്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? മനസ്സിന്റെ താതാത്മ്യം. മനസ്സിന്റെ താതാത്മ്യത്തിൽ അനുകൂല പ്രതികൂല ഭാവങ്ങൾ. അനുകൂലമായത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കും, പ്രതികൂലമായത് ഒഴിവാക്കാൻ ശ്രമിക്കും. അവിടെയൊക്കെ അസംബന്ധമാണെന്ന് അറിഞ്ഞിട്ടും അതിനോട് താതാത്മ്യപ്പെട്ട് മനസ്സ് അനുകൂല പ്രതികൂല ഭാവങ്ങളെ സൃഷ്ടിച്ച് സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. മനസ്സിന്റെ താതാത്മ്യം. അത് തുടങ്ങുന്ന എവിടെ മുതൽ? അഹന്തയുടെ ഈ ശരീര താതാത്മ്യം. അഹന്ത ആദ്യം മനസ്സിൽ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. ആ മനസ്സിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന അഹന്ത ശരീരത്തിൽ താതാത്മ്യപ്പെടുന്നു. അങ്ങനെ താതാത്മ്യപ്പെട്ട് തനിക്ക് ദൃശ്യ ശ്രാവ്യവും ആയിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം അത് താതാത്മ്യപ്പെടുന്നു. മനസ്സിലൂടെ, ശരീരത്തിലൂടെ ബാഹ്യ താതാത്മ്യം. അതാണ് അജ്ഞന്റെ അവസ്ഥ. അപ്പൊ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്? തന്റെ അജ്ഞാനമാണ്, സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ. അതുകൊണ്ട് വരുന്ന മാനസിക താതാത്മ്യമാണ്. തം വിദിത്വ, ആ സ്വരൂപത്തെ അറിയുന്നവനാണെങ്കിലോ തന്റെ സ്വരൂപം ഇന്നതാണെന്നുള്ള ബോധവനുണ്ട്. അത് സുഖദുഃഖാദികൾക്കെല്ലാം അതീതമാണ്. അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സ്വസ്വരൂപം തന്നെയാണ് സർവം ആയിരിക്കുന്നത്. ഇങ്ങനൊരു ബോധമുണ്ട്. ഈ ഒരു ബോധം അജ്ഞനില്ല. പക്ഷെ ഈ ഒരു ബോധം ഉണ്ടെങ്കിലും ബോധത്തിന് പ്രപഞ്ച സ്വഭാവത്തെ മാറ്റി മറിക്കാനൊന്നും കഴിയത്തില്ല. അത് കഴിയില്ല. അതുകൊണ്ട് പ്രപഞ്ചം അതിന്റെ സ്വഭാവം കാണിക്കും, ശരീരം അതിന്റെ സ്വഭാവം കാണിക്കും, മനസ്സ് അതിന്റെ സ്വഭാവം കാണിക്കും, ശബ്ദസ്പർശാദികൾ അതിന്റെ സ്വഭാവം കാണിക്കും. മനസ്സ് സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ എന്തോരും അനുകൂല പ്രതികൂലതകളുണ്ടാകും. സുഖദുഃഖങ്ങളുണ്ടാക്കും, ശരീര താതാത്മ്യത്തെ ഉണ്ടാക്കും, മനസ്സിനോട് താതാത്മ്യത്തെ ഉണ്ടാക്കും. അതില്ലെങ്കിൽ വ്യവഹാരമില്ല. വ്യവഹാരം സംഭവിക്കുന്നുണ്ടോ അവിടെ ഈ താതാത്മ്യം ഇതെല്ലാം സംഭവിക്കുന്നു. അക്കാര്യത്തിൽ ജ്ഞാനിയും അജ്ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം അതാണ് വ്യവഹാരത്തിന്റെ അടയാളം.
അല്ലെങ്കിൽ സുഷുപ്തി എടുക്കുക, അവിടെ വ്യവഹാരമില്ല. എന്തുകൊണ്ട്? അവിടെ മനസ്സ് ശരീര താതാത്മ്യം ഒന്നും മനസ്സിന് സംഭവിക്കുന്നില്ല. അവിടെ അഹന്ത മമത ഒന്നും തന്നെ വരുന്നില്ല. അവിടെ എന്നാൽ വ്യവഹാരമില്ല. വ്യവഹാരം ഇത് കൂടാതെ സാധ്യമേ അല്ല. പിന്നെ അവിടെ ജ്ഞാനിക്ക് എന്താ വിശേഷത? ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാമാണെങ്കിൽ അവിടെ പിന്നുള്ളത് ജ്ഞാനം മാത്രം. ആ തത്വജ്ഞാനം സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ആ ബോധം അതുകൊണ്ട് ഈ വ്യവഹാരം ഇങ്ങനെ തുടരുന്നെങ്കിലും, ജാഗ്രത സ്വപ്നങ്ങളിൽ വ്യവഹാരം തുടരുന്നുണ്ടെങ്കിലും ആ തത്വബോധം കൊണ്ട് ലഭ്യത അസംഗശസ്ത്രേണ ദൃഢേന കൃത്വ പറഞ്ഞില്ല അവിടെ. ആ തത്വജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നു. വ്യാവഹാരികമായ മുക്തിയല്ല. വ്യാവഹാരികമായി ഇതൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മുക്തി? തത്വജ്ഞാനം കൊണ്ടുള്ള മുക്തി. അപ്പോൾ തത്വജ്ഞാനം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. പ്രാരബ്ധ ദുഃഖത്തെ അനുഭവിക്കുന്നു, പ്രാരബ്ധ സുഖത്തെ അനുഭവിക്കുന്നു എന്നെല്ലാം പറയും. അതിൽ അജ്ഞനുമായിട്ടുള്ള മുഖ്യമായ വ്യത്യാസം ഇതാണ്. ആ ജ്ഞാനം ഒരിടത്തുണ്ട്, വേറെടുത്ത ജ്ഞാനമില്ല. പിന്നെ ഗൗണമായ വ്യത്യാസം എന്ന് പറയും. അതെന്താണ്? ആ ചിത്തത്തിന്റെ ശുദ്ധി, ചിത്തശുദ്ധി. അതിനുണ്ടൊരു മുഖ്യമായ നില. അജ്ഞന്റെ ചിത്തം മലിനമായിരിക്കും, തത്വജ്ഞന്റെ ചിത്തം സാത്വികമായിരിക്കും. പക്ഷെ സാത്വികമായതുകൊണ്ട് ഈ അനുഭവങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല, സുഖദുഃഖാദി അനുഭവങ്ങൾ. സാത്വികമായ ചിത്തം സഹായിച്ചത് തത്വജ്ഞാന പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. പ്രാരബ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി അത് സഹായിക്കത്തില്ല. പക്ഷെ ആ പ്രാരബ്ധ അനുഭവത്തിൽ വ്യത്യാസമുണ്ട്. ശുദ്ധവും സാത്വികവുമായ മനസ്സിൽ അനുഭവിക്കുന്നതും താമസ രാജസമായ അജ്ഞന്റെ മനസ്സ് അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തത്വജ്ഞാനം ഒന്നുകൊണ്ട് മാത്രം ആ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിലെന്ന് പറയും ഈ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നറിയുന്നതാണ് തത്വജ്ഞാനം. ലഭ്യത തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളോ അവയുടെ ഫലങ്ങളോ ജന്മത്തിന് കാരണമല്ല എന്നറിയുന്നു. താൻ സ്വയം ഈ കർമ്മങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ കർമ്മത്തിന് അതീതനാണ് എന്നറിയുന്നു. അപ്പോൾ അജ്ഞൻ താൻ ഇതിനെല്ലാം വിധേയനാണെന്നറിഞ്ഞിട്ട് ദുഃഖിക്കുന്നത്, താൻ ഇതിനൊന്നും വിധേയനല്ല എന്നറിയുന്നു, ദുഃഖിക്കുന്നില്ല. ആ വ്യത്യാസം മാത്രം ആണ് പറയുന്നത്. അവശ്യം പ്രാപ്തമായ സുഖദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ അനുഭവം ഉണ്ടാവും. എന്തുകൊണ്ട്? തത്വജ്ഞനെ സംബന്ധിച്ചും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ അനുഭവമുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ട്. അത് ബാഹ്യമായ അനുഭവം. അതുപോലെ തന്നെ ആന്തരികമായ അന്ധകരണം ഉള്ളപ്പോൾ അതിന്റെ ധർമ്മങ്ങളും ഉണ്ടല്ലോ. അത് ശുദ്ധവും സാത്വികവുമാണെങ്കിലും അതിൽ പ്രാരബ്ധ രൂപത്തിൽ വന്നു ചേരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ശരീരപീഡ, മാനസിക പീഡ,
ഇതല്ല. അതിലെന്തെങ്കിലും വ്യത്യാസം എടുത്തു കാണിക്കുകയാണെങ്കിൽ അത് മനസ്സിന്റെ സാത്വികത കൊണ്ടുവരുന്ന വ്യത്യാസം, മനസ്സിന്റെ ശുദ്ധി കൊണ്ടുവരുന്നതാണ്. അത് അജ്ഞന്റേതുപോലെ ആയിരിക്കില്ല. അജ്ഞന്റെ പാപാനുഭവം പോലെ തത്വജ്ഞാനിക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല. സാത്വികവും ശുദ്ധവുമാണ്. പക്ഷെ എന്നാലും ആവശ്യം പ്രാപ്തമായത് അനുഭവിച്ചതിന് തീരണം, സുഖദുഃഖാദി. പക്ഷെ അവിടെ ആ തത്വബോധത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് അജ്ഞനെ ബാധിക്കുന്നത് പോലെ തത്വജ്ഞാനി അതാണ്. അതാണ് സമുദ്രമാപരോ വിശന്തി യദ്വത്. നമ്മളവിടെ ഇത് ചർച്ച ചെയ്തതാണ്. സമുദ്രമാപ തദ്വത് കാമായം പ്രവിശന്തി സർവേ എന്നെല്ലാം അവിടെ പറഞ്ഞു. അപ്പോൾ അവന് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന അതാണ്. ആ ജ്ഞാനം വേണമെങ്കിൽ പറയാം. എന്താണ് ഇത്തരം അനുഭവങ്ങളെ ആ ജ്ഞാനം ലഘൂകരിക്കുന്നു എന്നാണെങ്കിൽ പറയും. ഒരു ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരിക, അപ്പോൾ ആ ദുഃഖത്തോട് ഒരു അജ്ഞൻ താതാത്മ്യപ്പെടും പോലെ താതാത്മ്യപ്പെടാതിരിക്കുക, മറിച്ച് തന്നെ തന്റെ വാസ്തവ സ്വരൂപം ഇതിനതീതമാണ്, സുഖദുഃഖാദികളുടെ തലത്തിലല്ല. എന്നറിഞ്ഞ് എങ്ങനെയാണോ അജ്ഞൻ ഈ ദൃശ്യങ്ങളോട് താതാത്മ്യപ്പെടുന്നത്, ദുഃഖങ്ങളോട് അഹന്തുകൊണ്ട് താതാത്മ്യപ്പെടുന്നത്, അങ്ങനെ ഒരു താതാത്മ്യപ്പെടാതിരിക്കുക. അത് താതാത്മ്യമില്ല എന്നുള്ള ബോധം അത് വരുമ്പോൾ അത് അജ്ഞന്റെ അനുഭവം പോലെ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരനുഭവം ഒരാളെ ബാധിക്കുകയോ ബാധിക്കാതിരിക്കുകയോ ചെയ്യും. ഒരനുഭവത്തോട് അയാൾ സ്വയം താതാത്മ്യപ്പെടുകയാണെങ്കിൽ അത് അയാളെ ബാധിച്ചു. അതിനോട് അയാൾക്ക് അനുഭവമുണ്ട്, പക്ഷെ അതിനോട് അയാൾ താതാത്മ്യപ്പെടുന്നില്ല. എങ്ങനെ? ആ അനുഭവത്തെക്കാളും പ്രബലമായ മറ്റൊരനുഭവം ഉണ്ടെങ്കിൽ, രസകരമായ കോമഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയം അതിനങ്ങനെ ആഹ്ലാദിക്കേണ്ടതാണ്. പക്ഷെ കടുത്ത പല്ലുവേദന ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ല, തലവേദന ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അത് ഏതിനാണ് ബലം എന്നുള്ളതിനനുസരിച്ചാണ്. ചിലപ്പോൾ പല്ലുവേദന ഉണ്ടത് മാറുകയും ചെയ്യും, ചിലപ്പോൾ പല്ലുവേദന മാറും. ബലം ഏതാണോ മറ്റേതിനെ കീഴ്പ്പെടുത്തും. ഇവിടെ തത്വജ്ഞാനം തന്നെക്കുറിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ചതാണ്. അത് ബോധിപ്പിക്കുന്നത്, അത് പ്രകാശിപ്പിക്കുന്നത് തന്റെ തന്നെ നിസ്സംഗത, സച്ചിദാനന്ദ സ്വരൂപത്വം, ഇതൊക്കെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ദൃശ്യ അനുഭവത്തിന് ഈ ബോധത്തെക്കാൾ വലിയ ശക്തിയില്ല. അത് അജ്ഞാനത്തെ ആശ്രയിച്ചു വരുന്നതന്നെ, പ്രാരബ്ധരൂപത്തിലുള്ള അവിവേകത്തെ ആശ്രയിച്ചു വരുന്നതാണ്. അല്ലെങ്കിൽ അത് അകസ്മാത്, ഭാഷകാരൻ പറയുന്നത് ഒരു കാരണം പറയാൻ കഴിയാത്ത രീതിയിൽ അത് തുടരുന്നതാണ്. പക്ഷെ തത്വജ്ഞാനം പ്രമാണജന്യമാണ്, പ്രബലമാണ്. അപ്പോൾ ആ ജ്ഞാനത്തിൽ എങ്ങനെയാണോ അജ്ഞനതിനോട് ഈ ബോധമില്ലാത്തതുകൊണ്ട് താതാത്മ്യപ്പെടുന്നത് അഹന്ത മമതയിലൂടെ, അതുപോലെ തത്വജ്ഞാനി അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. അത് അനുഭവിക്കുന്നു, പക്ഷെ താതാത്മ്യപ്പെടുന്നില്ല.
അപ്പോൾ അനുഭവിക്കുന്നവിടെ മനസ്സിന്റെ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ, ശരീരത്തിന്റെ തലത്തിൽ. അപ്പോൾ മനസ്സിൽ അനുഭവപ്പെടുന്നത് ശരീരത്തിലൂടെ പ്രകടമാകും. മനസ്സിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ കണ്ണതിൽ കണ്ണുനീര് വരത്തില്ലേ, നിലവിളിക്കത്തില്ലേ ശബ്ദം. ഇത് മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം അത് ദൃഢമായതുകൊണ്ടാണ്. മനസ്സിൽ പ്രകടമാകും ദുഃഖം, ശരീരത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. അതാണ് പശ്വാദി വിശേഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് അസംഗത വേണ്ടി വരുന്നത്? ആത്മാവിന് വാസ്തവത്തിൽ അസംഗതയുടെ ആവശ്യമില്ല. രണ്ടാമതൊന്നുള്ളപ്പോഴാണ് അതിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ തത്വജ്ഞാനി അസംഗൻ എന്തിനു പറയുന്നു? അജ്ഞന്റെ ദുഃഖത്തെ അംഗീകരിച്ചുകൊണ്ടല്ലോ. അജ്ഞന്റെ ദുഃഖവും തത്വജ്ഞാനിയായിട്ട് എന്താ ബന്ധം? തന്റെ തന്നെ ദുഃഖം, തത്വജ്ഞന്റെ മുമ്പിലുള്ള ദുഃഖം തന്റെ തന്നെ മനസ്സിനും ശരീരത്തിനും എല്ലാം പ്രകടമാകുന്നു, അന്യർക്ക് പ്രകടമാകുന്ന ദുഃഖം. ആ ദുഃഖത്തിൽ നിന്ന് തനിക്ക് മുക്തനായിരിക്കണമെങ്കിൽ ആ ദുഃഖത്തെ അതിജീവിക്കുന്ന ജ്ഞാനം വേണം. അത് സ്വരൂപജ്ഞാനം കൊണ്ടേ, സ്വരൂപജ്ഞാനമേ ഉള്ളൂ. സാധാരണ വിവേകം ഉള്ളവനും ദുഃഖത്തെ അതിജീവിക്കും. അയാൾക്ക് അത്രയും വലിയ ദുഃഖം വന്നിട്ടും അയാൾ പതറിയില്ല. അതിന് ആത്മബോധത്തിന്റെ ആവശ്യമില്ല. സാധാരണഗതിയുള്ള ദുഃഖത്തെ അതിജീവിക്കുന്നതിന് മാനസികമായ ബലം മതി. അപ്പൊ ദുഃഖത്തെ അതിജീവിക്കുന്നതാണ് തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. ഒരു സാമാന്യമായ മാനസിക ബലം കൊണ്ടും അതിജീവിക്കാം. തത്വജ്ഞാനത്തിന്റെ ഫലം അതല്ല. ഇവിടെ ജന്മരൂപത്തിലുള്ള ദുഃഖത്തെ അതിജീവിക്കുന്നു. അത് മാനസിക ബലം കൊണ്ട് പറ്റത്തില്ല. തന്റെ മുമ്പ് വരുന്ന ദുഃഖത്തെ അതിജീവിക്കും. ഭൂതഭാവിയിലുള്ള ദുഃഖങ്ങളെ അതിജീവിക്കാൻ ഒക്കത്തില്ല. ആഗാമി ദുഃഖത്തെ അതിജീവിക്കാൻ ഒക്കത്തില്ല. സംസാരത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. മുമ്പിൽ വരുന്നതിന് നേരിടാം. തത്വജ്ഞാനം ഇല്ലാതെ നേരിടാം. അപ്പോ ഇതിനെല്ലാം സഞ്ചിതം, വർത്തമാനം, ആഗാമി, ഇതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ ഈ അനുഭവങ്ങളെക്കാൾ പ്രബലമായ ജ്ഞാനം വേണം. അത് സ്വരൂപജ്ഞാനമല്ല, വേറൊരു ജ്ഞാനമില്ല. സ്വസ്വരൂപം ഇതിനെല്ലാം അതീതമാണെന്നുള്ള ജ്ഞാനം തന്നെ. പക്ഷെ ദുഃഖങ്ങൾ വരുമ്പോൾ, ശാരീരിക മാനസികമായ ദുഃഖങ്ങൾ വരുമ്പോൾ ഈ ജ്ഞാനത്തിന് ന്യൂനത സംഭവിച്ചാൽ ആ ദുഃഖം അവിടെ കീഴ്പ്പെടുത്തും. ദുഃഖത്തിന് കീഴ്പ്പെട്ടു. പക്ഷെ ഈ സ്വരൂപജ്ഞാനം അത് നിശ്ചയരൂപത്തിലാകുമ്പോൾ സംശയാദി ദോഷങ്ങളില്ലാതിരിക്കുന്നു. അതിന് ബാക്കിയുള്ള ഈ അനുഭവങ്ങളെല്ലാം അതിജീവിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ അനുഭവങ്ങൾക്കൊന്നും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. നമ്മൾ കാണാറുണ്ടല്ലോ, മനസ്സിന്റെ ബലം അനുസരിച്ചാണ് ഓരോരുത്തർ ദുഃഖത്തെ അതിജീവിക്കുന്നത്. അതിന്റെ താരതമ്യം അനുസരിച്ച് തീരെ ദുർബലനായവൻ ദുർബലമായ ദുഃഖത്തിന് കീഴ്പ്പെട്ടു. സ്വരൂപബോധം തന്റെ അജ്ഞാനത്തെ നശിപ്പിച്ച ബോധമാണ്. തന്നെക്കുറിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ച ബോധമാണ്. അതുകൊണ്ട് അതിനേക്കാൾ പ്രബലമായൊരു ബോധം ഇനി ഉണ്ടാകാനില്ല.
ആ ബോധം എന്ത് ചെയ്യുന്നു? ഈ വരുന്ന സുഖദുഃഖാദി പ്രാരബ്ധം കൊണ്ടുവരുന്ന സുഖദുഃഖാദി അനുഭവങ്ങളെ അതിജീവിക്കുന്നു, കീഴ്പ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തത്വജ്ഞനിൽ കാണുന്ന ദുഃഖം എന്നുവെച്ചാൽ തത്വജ്ഞൻ സ്വയം തന്നെ അനുഭവിക്കുന്ന ദുഃഖം എന്നും പറയാം. തത്വജ്ഞനിൽ അന്യം കാണുന്ന ദുഃഖമെന്നും പറയാം. രണ്ടും ഒന്നാണ്. അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ളത്. ആ ദുഃഖത്തെ അതിജീവിക്കുന്ന തത്വബോധം തത്വജ്ഞനിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് തത്വജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെ ദുഃഖത്തെ അതിജീവിച്ചിരിക്കുകയാണെങ്കിൽ തത്വജ്ഞനിൽ എങ്ങനെ വേദനയും രോദനവും എല്ലാം കാണുന്നു? അതിനാണ് വിശദീകരിച്ചത്. അത് ശരീര മാനസികമായ ധർമ്മങ്ങൾ. ജ്ഞാനത്തിന് അതിന് മാറ്റാൻ കഴിയത്തില്ല. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് വസ്തുസ്വഭാവം അനുസരിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നിലവിളിക്കുന്നുണ്ട് ഒരാൾ തത്വജ്ഞാനി ആകാതിരിക്കത്തില്ല, കരയുന്നുണ്ട് തത്വജ്ഞാനി ആകാതിരിക്കത്തില്ല. ഉള്ളിൽ ദുഃഖം ഉണ്ടായിട്ടാണ് പുറമേ കരയുന്നത്. അപ്പോൾ ഉള്ളിൽ ദുഃഖം ഉള്ളത് കൊണ്ട് ഒരാൾ തത്വജ്ഞാനി ആകാതിരിക്കത്തില്ല. അന്നപാനാദികൾക്കുള്ള വികാരങ്ങൾ മനസ്സിലുള്ളിടത്തോളം കാലം ശാരീരികമായ എല്ലാ വികാരങ്ങളും തത്വജ്ഞാനിയുടെ മനസ്സിൽ വരും. പക്ഷെ അത് ചിത്തശുദ്ധിയെ ആശ്രയിച്ച് എന്ന് മാത്രം. അതിനൊരിക്കലും അജ്ഞന്റേതുമായി താരതമ്യപ്പെടുത്തരുത്. ചിത്തശുദ്ധി, അന്ധകരണശുദ്ധി എന്ന് പറയുന്നത് അതിന് സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്ധകരണശുദ്ധി തന്നെ. അത് അജ്ഞന്റേതുപോലെ അത് പ്രകടമാകത്തില്ല. ചിത്തശോധന സംഭവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവശ്യം ഭാവി എന്ന് പറയുന്നത് ചിത്തസ്വഭാവം എന്നുള്ള നിലയ്ക്ക് അവശ്യം ഭാവിയായേ വരത്തുള്ളൂ, കൂടുതൽ വരത്തില്ല. അങ്ങനെ വരുന്നത് പ്രകടമായാലും അതിന് ഈ ആത്മബോധം കൊണ്ട്, ആത്മബോധത്തിൽ തത്വജ്ഞാനി അതിജീവിക്കുന്നു. ആത്മബോധത്തിൽ അതിജീവിക്കുന്നു എന്ന് പറയുന്നത് തത്വജ്ഞാനി അത് ബാധിക്കുന്നില്ല. ആ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അനുഭവം ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് പറയുന്നത് പ്രാരബ്ധം ഭോഗം കൊണ്ട് തീരുന്നു, നിശ്ചയിക്കുന്നു. എന്നുവെച്ചാൽ അനുഭവമുണ്ട്. തത്വജ്ഞാനിക്ക് ദുഃഖാനുഭവം ഇല്ലെന്നല്ല, അത് അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ പ്രാരബ്ധം ക്ഷയിക്കില്ല. പ്രാരബ്ധം ക്ഷയിക്കാൻ വേറെ വഴിയില്ല. തത്വജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് അത് കാണുന്നവന്റെ അനുഭവം മാത്രമല്ല, സ്വന്തം അനുഭവമാണ്. താൻ തന്നെ അനുഭവിക്കുന്നതാണ്. പക്ഷെ അതൊരു കാണുന്നവൻ അനുഭവിക്കുന്ന പോലെ, കാണുന്നവൻ അജ്ഞാനം കൊണ്ട് അതിനെ അനുഭവിക്കുന്നു, തത്വജ്ഞാനി ജ്ഞാനത്തിലൂടെ അതിനെ കാണുന്നു. അപ്പോൾ ആ അനുഭവങ്ങളിൽ സുഖദുഃഖാനുഭവം ഉണ്ട്. അതാണ് ഭോഗം എന്ന് പറയുന്നത്. അത് തത്വജ്ഞാനിയല്ല മറ്റൊരാൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ അനുഭവങ്ങളെ സംബന്ധിച്ച് തത്വജ്ഞാനിയുടെ നിലപാട് എന്താണ്? ന ദ്വേഷ്ടി ന കാംക്ഷതി, ഇതേ പറഞ്ഞതുപോലെ. അത് ആത്മബോധം കൊണ്ടാണ്. അതിൽ ദേഷ്യ കാമങ്ങളില്ലാതെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മബോധത്തിൽ തത്വജ്ഞാനി അസംഗനായിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്. അല്ല തത്വജ്ഞാനിയുടെ മനസ്സിൽ അവശ്യം ഭാവിയായി വരുന്ന വികാര വിചാരങ്ങളില്ലെന്നോ, തന്റെ മനസ്സിൽ വരുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ, അതാണ് ഭോഗം എന്ന് പറയുന്നത്, തത്വജ്ഞാനി അറിയുന്നില്ലെന്നോ
എന്നുള്ള അർത്ഥത്തിലല്ല. അതൊക്കെ അറിയാതിരിക്കുന്നത് സുഷുപ്തിയിലേ സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത്തരം പരിണാമങ്ങളെ നിരോധിക്കുന്ന സമാധി. ജാഗ്രത അവസ്ഥയിൽ അത് സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് തത്വജ്ഞാനം എന്ന് പറയുന്നത് ദുഷ്ടദുഃഖത്തിനെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ലിപ്യതേ എന്ന് പറയുന്നത്, ബന്ധിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് ഇത് ഭോഗം കൊണ്ട് അവസാനിക്കും, അനുഭവം കൊണ്ട് അവസാനിക്കുന്നു. ആരുടെ അനുഭവം കൊണ്ട്? സ്വന്തം അനുഭവം കൊണ്ട്. അത് ആ ബന്ധം അജ്ഞന്റേതുപോലെയുള്ള ഒരു ബന്ധം തനിക്ക് തന്റെ ശരീരത്തിനോടോ തന്റെ മനസ്സിനോടോ ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദഗ്ധപടന്യായം എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നു. അത് ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം കരിഞ്ഞ കയറുപോലെ കാണുന്നു, കരിഞ്ഞ വസ്ത്രം പോലെ കാണുന്നു എന്നൊക്കെ പറയുന്നതാണ് ആ അസംഗതയെ കാണിക്കാൻ വേണ്ടി. അനുഭവത്തെ നിഷേധിക്കാനല്ല, അനുഭവമുണ്ട്. അനുഭവം അനുഭവത്തെ തുടർന്നു വരുന്ന കാര്യങ്ങളല്ല. അതിൽ തത്വജ്ഞാനിയുടെ ശരീരവും രോഗാദികൾക്ക് വിധേയമാകുന്നുണ്ട്. ഭൗതികമായ വിഷയങ്ങളാണതെല്ലാം. രോഗാദികൾക്ക് വിധേയമായാൽ തീർച്ചയായും സുഖദുഃഖാദികൾക്ക് വിധേയമാകും. പക്ഷെ ഇതെല്ലാം ബാഹ്യമായ ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ആന്തരിക ബോധം കൊണ്ട് തത്വജ്ഞാനിക്ക് ആന്തരികമായ ശാന്തിയെ പ്രാപിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ കഴിയുന്നു. ഈ ബാഹ്യമായ സുഖദുഃഖ അനുഭവങ്ങൾ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ബാഹ്യം ആന്തരം എന്ന് രണ്ട് ഭാവം, ഒരു ഭാവമേ ഉള്ളൂ. കാരണം അവന്റെ എല്ലാ അനുഭവങ്ങളും അജ്ഞാനത്തെ പിന്തുടരുന്നു. അവൻ എന്താണോ അനുഭവിക്കുന്നത്, എന്ത് കിട്ടുന്നോ അതുപോലെ അനുഭവിക്കുന്നു. ഭോഗം അവനുമുണ്ട്. അവന്റെ ഭോഗവും പ്രാരബ്ധവും അവന്റെ ഭോഗം കൊണ്ട് തന്നെ ഒടുങ്ങുന്നു. അജ്ഞനും അങ്ങനെ തന്നെയാണ്, വ്യത്യാസമില്ല. അജ്ഞന്റെ സുഖദുഃഖ അനുഭവങ്ങളിലൂടെ ആ പ്രാരബ്ധം ഒടുങ്ങുന്നു, ജന്മം അവസാനിക്കുന്നു. അവന് അകവും പുറവും രണ്ട് നിലയില്ല. ആത്മബോധം, പ്രപഞ്ചാനുഭവം, ഈ രണ്ടവസ്ഥ അവന്. ആത്മാജ്ഞാനം, പ്രപഞ്ചാനുഭവം ഒറ്റ നിലയുള്ളൂ. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, പ്രാപഞ്ചികമായ അനുഭവങ്ങൾ, അവിടെ ഗുരു, ശിഷ്യൻ, ശാസ്ത്രം ഇതെല്ലാം നിലനിൽക്കുന്നു. ആ ബോധം അത് അവന് ശാന്തിയെ കൊടുക്കുന്നു. ആ ബോധം ശാന്തിയെ കൊടുക്കുന്നുകൊണ്ടാണ് പറയുന്നത് ജീവൻ മുക്തൻ. അവൻ ജീവിച്ചിരിക്കുക തന്നെ മുക്തനായിരിക്കും. ബന്ധനമുണ്ടെങ്കിലേ മുക്തിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അവനും ബന്ധനമുണ്ട്. എന്താണ്? സുഖദുഃഖാദി അനുഭവം. അനുഭവത്തിൽ നിന്ന് ഈ ബോധം കൊണ്ടവൻ മുക്തനായിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ദുഃഖം, അന്യന്റെ ദുഃഖത്തെ കാണുമ്പോൾ ഒരാൾക്ക് ആ ദുഃഖം വരുന്നില്ല. പക്ഷെ മാനസികമായി അന്യ ദുഃഖത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ മനസ്സിൽ ആ ദുഃഖം വരും. കുഞ്ഞിന്റെ ദുഃഖം അമ്മയ്ക്ക് വരുന്നത്. പക്ഷെ ആ താതാത്മ്യം വരാതിരുന്നാൽ ആ ദുഃഖം തന്റെ മനസ്സിൽ വരുന്നില്ല. ചിലപ്പോൾ സഹതാപം, ദയ, കാരുണ്യം ഇതെല്ലാം കൊണ്ട് മനസ്സ് താതാത്മ്യപ്പെടും. ഉടനെ ദുഃഖം തനിക്ക് വരും, താനും കരയും.
ഇനി തൊട്ടടുത്തൊരുവന്റെ ഉള്ളിൽ വലിയ ദുഃഖമുണ്ട്. ആ ദുഃഖം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വേദന ആന്തരികമായി. പക്ഷെ താനത് അറിയുന്നില്ലെങ്കിൽ തനിക്ക് എത്ര മമതയുള്ള ആളുടെ ദുഃഖമാണെങ്കിലും തന്നെ ബാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ദുഃഖം അവിടെ ഉണ്ടായിരിക്കുക, തന്റെ മനസ്സ് അതിനോട് താതാൻപ്പെടാതിരിക്കുക. അവിടെ അത് സംഭവിക്കുന്നത് ആ മമത കൊണ്ടാണ്. ഇപ്പൊ തത്വജ്ഞനിൽ അങ്ങനെ ഒരു താതാത്മ്യം തന്റെ ശരീര മനസ്സുകളിലെ വിഷയങ്ങളോട് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? തന്റെ സ്വരൂപം അസംഗമാണെന്നുള്ള ബോധം കൊണ്ട്. ഈ ബോധത്തെ, ഈ അനുഭവങ്ങളെ കീഴ്പ്പെടുത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്താം. അതിന് തത്വജ്ഞാനം എന്ന് പറയത്തില്ല. ഇപ്പം നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയും. ആത്മാവ് അനാത്മാവാണെന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. അതൊരു ജിജ്ഞാസുവിന്റെ യോഗ്യത മാത്രം. അത് ദൃഢമായ നിലയല്ല മനസ്സിന്റെ. അതുകൊണ്ട് അവിടെ സുഖദുഃഖാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും, അതിനെ കീഴ്പ്പെടുത്തും. തത്വജ്ഞൻ ആ വിഷയത്തിൽ അജ്ഞാന സംശയ വിപര്യങ്ങളില്ലാത്തവനാണ്. അപ്പൊ ആ ദൃഢബോധത്തിൽ, ദൃഢബോധൻ എന്ന് പറയുന്നു, അവിടെ ഇത് കീഴ്പ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇന്ന ലിപ്യതേ, അത് ദുഷ്ടദുഃഖം അതിനെ ബന്ധിക്കുന്നില്ല. അത് മാത്രമല്ല, അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് സാധിച്ചെന്നിരിക്കും. എന്ന് പറയാറില്ല, അവന്റെ മനസ്സ് വളരെ കല്ലാണ്, അവനൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ അവർക്ക് ആഗാമി ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റില്ല, ജന്മദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റില്ല. വീണ്ടും അവനത് അനുഭവിച്ചുകൊണ്ടിരിക്കും. മനസ്സ് മാറിക്കഴിഞ്ഞാൽ വേറൊരു മനസ്സ് വന്നു. മനസ്സിനനുസരിച്ചിട്ടാണ്. അത് ആത്മബോധത്തിന്റെ ഫലം. നൈനം കൃതാകൃത്യത്തപ്പത, അവിടെ ആ താപം, സംസാരതാപം എന്ന് പറയുന്നത് അവൻ ജീവിച്ചിരിക്കുക തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ അദ്വൈതത്തിലെ എല്ലാ കാര്യങ്ങളും ദ്വന്ദ്വാത്മകമായാണ് പറയുന്നത്, ഏത് വിഷയം എടുത്താൽ. അതുപോലെ ഇവിടെ തത്വജ്ഞാനിക്ക് ദുഃഖമുണ്ടോ? ഉണ്ടെന്ന് പറയാം. തത്വജ്ഞാനിക്ക് ദുഃഖമില്ലേ? ഇല്ലെന്നും പറയാം. രണ്ട് തലത്തിൽ. തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, സ്വ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. തത്വജ്ഞാനമാകുന്ന അനുഭവത്തിൽ, ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തത്വജ്ഞാനി പറയുന്നു, എനിക്ക് ദുഃഖമില്ല, കാരണം ഞാൻ അസംഗനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, എനിക്ക് ദുഃഖമില്ല. എന്നാൽ അതേ തത്വജ്ഞാനിയുടെ തന്നെ പ്രാരബ്ധ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തത്വജ്ഞാനി പറയുന്നു, എന്താണ്, എനിക്ക് വേദനയുണ്ട്, ആ വേദന മാറ്റുന്നതിനുള്ള മരുന്ന് തരണം. ഇതും പറയും, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ തന്നെ സംഭവിക്കുന്നതാണ്, അകവും പുറവും എന്ന് പറയാം. അത് മഹാത്മാക്കളുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം അവർ പറയുന്നു അത് തന്നെയാണ്. ഇതുണ്ടെങ്കിലും ഇതില്ല എന്നുള്ള ഒരവസ്ഥ. അത് ജ്ഞാനത്തിന്റെ ബലം. അതാണ് ജ്ഞാനത്തിന്റെ ദുഷ്ടഫലം എന്ന് പറയുന്നതാണ്. ജ്ഞാനത്തിന്റെ അധിഷ്ഠഫലം എന്താണ്? ഇനി വരാൻ പോകുന്ന ജന്മങ്ങളെ തടുക്കുക, ആഗാമി കർമ്മഫലത്തെ ഒഴിവാക്കുക. കാരണം ഇതെല്ലാം ഇനി നാളെ വരുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ശാസ്ത്രപ്രമാണം കൊണ്ട്, ശാസ്ത്രശ്രദ്ധ കൊണ്ട് നമ്മളത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനിയൊരു ജന്മമുണ്ട്, അതിന് വേറെ തെളിവൊന്നുമില്ല. നിർവിവാദമായൊരു വേറെ തെളിവില്ല. കാരണം അത് പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അറിയാവുന്ന ഒരു വിഷയമല്ല. എന്നാലും അതിനെ സ്വീകരിക്കുന്നു. പക്ഷെ ദുഷ്ടദുഃഖം അങ്ങനെയല്ല, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ ഒഴിവാക്കുക.
അതാണ് മുക്തിഫലം. മുക്തിയാണ് ഫലം എന്ന് പറയുന്നത്. ഏതും ഹവാവ എന്ന തപതി പറയുന്നു. ഇവനെ ഒന്നും തന്നെ തപിപ്പിക്കുന്നില്ല, ദുഃഖിപ്പിക്കുന്നില്ല. ഇവിടെ സുഖവും ദുഃഖത്തിനെയും ദുഃഖമായിട്ട് എടുക്കുന്നു. അന്ന ദ്വേഷ്ടിനകാംക്ഷതി, വന്നു ചേരുന്നത് ഒഴിഞ്ഞു പോകണമെന്നോ ഇനി ഇന്നത് വരാൻ പാടില്ലാത്തതാണെന്നോ ഇന്നത് വന്നു ചേരണമെന്നോ അത്തരത്തിലുള്ള കാംക്ഷകളില്ല. കാരണം അത് പൂർണ്ണവും പ്രാരബ്ധാധീനമാണ്. അതിലുള്ള നിശ്ചിന്തതയാണ്. പൂർണ്ണവും പ്രാരബ്ധമധീനമാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ വരേണ്ടത് വരും, ഒഴിയേണ്ടത് ഒഴിഞ്ഞു പോവും, ആവശ്യമില്ലാത്തത് വരത്തില്ല, പിന്നെ ഒരിക്കലും ഒഴിയാത്ത ഒഴിയത്തില്ല. ആ നിലയായിരിക്കും. അതിന് തനിക്ക് കൈകടത്താനൊന്നുമില്ല. കാരണം അത് തന്റെ നിയന്ത്രണത്തിന് അധീനമല്ല. ഈ പ്രകൃതിയുടെ നിയന്താവിന്റെ നിയന്ത്രണത്തിലാണതല്ല. പിന്നെ അതിൽ താനെന്തിന് കൈകടത്തണം? അതെങ്ങനെ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ എന്നുള്ളൊരു നിലപാട്. അതിൽ കടന്നുവരുന്ന അഹന്ത മമതാദികളുമെല്ലാം അതിന്റെ തന്നെ ഭാഗമാണ്. അത് തന്റെ സ്വരൂപത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളല്ല. തത്വജ്ഞാനിക്ക് അഹന്തയുണ്ടാവും, മമതയുണ്ടാവും, അതിനുള്ള സർവ ചിത്തവികാരങ്ങളും ഉണ്ടാകും. കേവലം ചിത്തവികാരങ്ങളെന്നുള്ള നിലയ്ക്ക് മാത്രം. അതുകൊണ്ട് നകാംക്ഷതി എന്നുള്ളത് അതിൽ വിശേഷിച്ച് കാംക്ഷയില്ല. പറഞ്ഞല്ലോ, തത്വജ്ഞാനി ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതോ അത് വേണം, എനിക്കിത് വേണം, ഇന്നത് വേണ്ട, ശീതം ബാധത്തെ, ശീതം ബാധിക്കുന്നു, ഉഷ്ണം ബാധത്തെ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. ഉഷ്ണം ബാധിക്കുന്നു, അതിന് പ്രതീതി വേണം. അതെല്ലാം ബാഹ്യമായി മനസ്സിന്റെ ശരീരത്തിന്റെ തലത്തിൽ പ്രാരബ്ധ രൂപത്തിൽ വരുന്നതാണ്. അതിനോടുള്ള താതാത്മ്യത്തെ തന്റെ ബോധം നിഷേധിച്ചിരിക്കുകയാണ്. അതല്ലേ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞു. അത് ഛേദിച്ചിരിക്കുകയാണ് അതിനുള്ള താതാത്മ്യത്തെ. എന്നാലത് അവശ്യം ഭാവിയായി വരുന്ന ആ വികാരങ്ങൾ അത് സ്പർശിക്കുന്നില്ല എന്നുള്ളത് തത്വജ്ഞന്റെ ബോധമാണ്. അതാണ് തത്വജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത്. ബോധവും അനുഭവവും ഒന്നാണ്, രണ്ടില്ല. തത്വജ്ഞൻ ആദ്യം തന്റെ കുറിച്ച് അറിയുന്നു, പിന്നെ അനുഭവിക്കുന്നു. അങ്ങനെയല്ല. അറിവും അനുഭവം രണ്ടല്ല. ഏതിനാണോ നമ്മൾ ബോധമെന്ന് പറയുന്നത് അത് തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത്. രണ്ടില്ല. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കും. ആദ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, രണ്ടാമതിനെക്കുറിച്ചുള്ള അനുഭവം വന്നു. അങ്ങനെ രണ്ട് നിലയില്ല. അറിവ് അനുഭവം എന്ന് പറയുന്നത് രണ്ടല്ല. അറിവല്ലെങ്കിൽ അനുഭവത്തിന് എപ്പോഴും ഒരു നിലയേ ഉള്ളൂ, ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. അത് പല സ്വഭാവത്തെ കാണിക്കത്തില്ല. ആ പല സ്വഭാവത്തെ കാണിക്കുന്നവിടെ അന്ധകരണം, ബാഹ്യവിഷയങ്ങൾ, ഇതാണ് പല സ്വഭാവത്തെ കാണിക്കുന്നത്. അതൊക്കെ ഈ അറിവിലേക്ക് നമ്മൾ ആരോപിച്ചിട്ട് അറിവിൻ്റെതാണെന്ന് പറയുകയാണ്. അറിവ് ഏത് സമയം ഏക സ്വഭാവം തന്നെ. ഇങ്ങനെ ഒരു ബോധം ഒരുവന്റെ ഉള്ളിൽ ഉണ്ടായാൽ ധനസംഗനാണ്. ഇനി ആ ബോധത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ല. ആ ബോധത്തെയാണ് അവന്റെ അനുഭവം എന്ന് പറയുന്നത്. അതവന്റെ അനുഭവമാണ്. ആ വ്യത്യാസം ഉണ്ടാവും. ഒരുവനറിയുകയാണ് ഇതൊക്കെ ഒരു തത്വജ്ഞാനിയിലുണ്ട്,
എന്നറിഞ്ഞിട്ട് പ്രയോജനമില്ല. തത്വജ്ഞാനിക്ക് അങ്ങനെ ഒരു ബോധമുണ്ട്. തത്വജ്ഞാനിയെക്കുറിച്ച് പഠിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ആ ബോധം തന്നെ സഹായിക്കത്തില്ല. ഈ പറയുന്ന ബോധം ആത്മനിഷ്ഠമാണെന്ന് ഒരുവൻ തിരിച്ചറിയുമ്പോൾ, തന്നിലാണിതെന്നുള്ള തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇത് പ്രയോജനം ചെയ്യൂ. അതായത് അപ്പോഴത് ബോധം തന്നെയാണ്. ബോധം എന്നുള്ള രീതിക്ക് മാറ്റമില്ല. തത്വജ്ഞൻ ഇങ്ങനെയാണ്, അജ്ഞൻ ഇങ്ങനെയാണ് എന്നൊക്കെ അറിയുമ്പോഴത് ബോധം തന്നെ. പക്ഷെ അത് തന്നിലില്ല. ആത്യന്തികമായി ഇത് തന്റെ ബോധമാണ് എന്ന് പറഞ്ഞു. സ്വാത്മതാതാത്മ്യം അത് വരണം ആ ബോധത്തിൽ. അല്ല, അത് തന്നിൽ പ്രകാശിക്കും. തത്വജ്ഞനെ കുറിച്ച് പറയുന്നതൊക്കെ തന്റെ ബോധമാണെന്ന് അവൻ തിരിച്ചറിയണം. ദുഃഖത്തെക്കുറിച്ച് പറയുന്നതും ദുഃഖാനുഭവത്തെക്കുറിച്ച് പറയുന്നതും അസംഗതയെക്കുറിച്ച് പറയുന്നതൊക്കെ താൻ നേടിയ അറിവിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ താൻ ഗ്രഹിച്ചിരിക്കുന്ന ഈ അറിവ്, നിസ്സംഗത തുടങ്ങിയ ഈ അറിവ്, അതിൽ വന്നിരിക്കുന്ന ന്യൂനകൾ പരിഹരിക്കപ്പെടും, സംശയാദി ദോഷങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ ആ അറിവ് ആത്മനിഷ്ഠമാവും. അപ്പോൾ തത്വജ്ഞൻ എന്ന് പറയുന്നത് താൻ പഠിക്കുന്ന വസ്തുവല്ല, സ്വയം താൻ തന്നെയാണ്. അപ്പോൾ തന്നിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്, ആന്തരികമായും ബാഹ്യമായും എന്ന് വരുമ്പോൾ അത് ആത്മബോധവും, അല്ലെങ്കിൽ അത് പരബോധം. പരബോധം എന്നൊരു പരനെ കുറിച്ചുള്ള ബോധം. അതാണ് പറയുന്നത്. എന്താണ് ഈ പുസ്തകജ്ഞാനം അനുഭവത്തിൽ വരണമെന്ന് പറയുന്നതാണ്. പുസ്തകജ്ഞാനം എന്ന് പറയുമ്പോൾ അത് നമ്മളതിനെ ആ ബോധത്തെ പരബോധമായി സ്വീകരിക്കുന്നു. ഞാനീയെക്കുറിച്ച് പറയുന്നു, ഞാനീ പൂജിക്കുന്നു, ഞാനീയുടെ പിറകെ നടക്കുന്നു, ഞാനീ വർണ്ണിക്കുന്നു, സ്തുതിക്കുന്നു, എല്ലാം പരബോധം. അത് പുസ്തകജ്ഞാനം. മറിച്ച് എന്താണ് ആ ഒരു ജ്ഞാനം തന്റേതാകുക എന്നുള്ളതാണ്. അവിടെ ശ്രുതി പറയുന്നതും ആചാര്യൻ ഉപദേശിക്കുന്നതുമൊക്കെ എന്താണ്? ശ്രുതി പറയുന്നതും തത്വമസി എന്നാണ്. അത് നീ എന്നാ പറയുന്നത്. താൻ മനസ്സിലാക്കേണ്ടതും അഹം ബ്രഹ്മാസ്മി, അത് താനെന്നാണ്. പിന്നെ അതിനെ വേറൊരാളെ കൊണ്ടുവയ്ക്കുന്നു. രണ്ടാമതൊരു ജ്ഞാനി സൃഷ്ടിക്കാൻ ശ്രുതി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നീയല്ല, മറ്റൊരാളാണ് ജ്ഞാനി എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ശ്രുതി പറയുന്നുണ്ടല്ലോ. ശ്രുതി എപ്പോഴും അത് ബോധിപ്പിക്കുന്ന ആത്മനിഷ്ഠമായിട്ടാണ്. പക്ഷെ അത് പരനിഷ്ഠമായി ബോധിച്ചാൽ അത് പുസ്തകജ്ഞാനമെന്നോ മസ്തകജ്ഞാനമെന്നോ ഒക്കെ പറയാം. താനുമായിട്ട് അതിന് ബന്ധമില്ല. മറ്റ് ധാരാളം അറിവ് പോലെ അതും ഒരറിവ്. പക്ഷെ അത് ആത്മനിഷ്ഠമാവുമ്പോൾ അത് പറഞ്ഞെന്താണ്? തൊമ്മെന്നല്ലേ പറഞ്ഞത്, പരൻ എന്ന് പറഞ്ഞില്ലല്ലോ. തൊമ്മെന്ന് പറഞ്ഞാൽ അതിനെ ആത്മനിഷ്ഠമായിട്ട് ഗ്രഹിക്കാൻ പറ്റും. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ഈ പറയുന്ന ബോധം, നിസ്സംഗത എന്നൊക്കെ പറയുന്നത് തന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശ്രുതി തത്വജ്ഞാനി എന്ന് പറയുന്നത് തന്നെയാണ്, അല്ല രണ്ടാമതൊരാളെ അല്ല കാണിച്ചത്. ഗുരു ഉപദേശിച്ച് ബോധക്കേടക്കം മാറ്റുന്നത് തന്നിലാണ്, ബോധത്തെ ഉണർത്താൻ ശ്രമിക്കുന്നത് തന്നിലാണ് എന്നുള്ള അന്തർമുഖത അല്ലെങ്കിൽ ആത്മനിഷ്ഠത ആ ശ്രോതാവിന് വരുമ്പോൾ ആ അനുഭവത്തെ പറയുന്നുണ്ട് സ്വ അനുഭവം. രണ്ടും അനുഭവം തന്നെയാണ്. പക്ഷെ ഒരിടത്ത് അനുഭവം പരനിലായിപ്പോയി, ബഹിർമുഖമായിപ്പോയി. ഒരിടത്ത് അനുഭവം തന്റേതായി മാറി, മറ്റേത് അതിന് താനുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടെന്താ ദോഷം? കാരണം ഈ അജ്ഞാനം, ദോഷം എല്ലാം തന്നിലായിരിക്കും. അപ്പോൾ അറിവ് ആത്മനിഷ്ഠമായി വന്നാലേ തന്നിലിരിക്കുന്ന ദോഷത്തെ മാറ്റും. അന്യനിൽ അറിവുണ്ടെന്നോ അന്യൻ ജ്ഞാനിയാണെന്നോ എന്ന് പറഞ്ഞിട്ട് തനിക്ക് യാതൊരു പ്രയോജനവുമില്ല. അത് തന്റെ അജ്ഞാനത്തെ എങ്ങനെ നശിപ്പിക്കും? ഇവിടുത്തെ വെളിച്ചം അന്യമുറിയിലെ ഇരുട്ടിനെ നശിപ്പിക്കുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരബോധം ആണ് നമ്മളെപ്പോഴും ആർജിക്കുന്ന ജ്ഞാനം.
പരബോധമായിരിക്കുന്നു. അങ്ങനെ പഠിക്കുന്നു. തത്വജ്ഞനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കുന്നു. ഒരാത്മാവുണ്ട്, അത് അസംഗമാണ്. ഒരു തത്വജ്ഞാനിയുണ്ട്, അയാൾ മുക്തനാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നു. ബഹിർമുഖമായി മനസ്സിന്റെ സ്വഭാവമാണ് പരാഞ്ചി ഖാനി ഗതന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മനസ്സിനെയൊക്കെ ബഹിർമുഖമായി സൃഷ്ടിച്ചിരിക്കുന്നു. അത് സ്വസ്വരൂപത്തെ ബോധിപ്പിച്ചാലും അതിനെ പരബോധമായിട്ടേ ഗ്രഹിക്കും. അത് തന്നിലേക്ക് വരുമ്പോൾ ഈ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമാകും. തന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത്, അല്ലാതെ ഇവിടെ വേറെ ജ്ഞാനിയൊന്നുമില്ല. ശ്രോതാവല്ലാതെ മറ്റൊരു ജ്ഞാനിയെക്കുറിച്ച് ശ്രുതി പറയുന്നില്ല. അങ്ങനെ ഉപദേശം തത്വമസി എന്ന് പറയുന്ന ഉപദേശം വ്യർത്ഥമായി പോയി. ഇത് വേറെ ആരും കുറിച്ച് ആണ് പറയുന്നതെങ്കിൽ കേൾക്കുന്നവനെന്താ അതുകൊണ്ട് പ്രയോജനം? അതുകൊണ്ട് ആ ഒരു രീതിയിൽ, ആ ഒരു അനുഭവത്തിൽ എന്താണ് ന തപതി ഏതം, അവനെ തപിപ്പിക്കുന്നില്ല. ആ ബോധമുള്ളവനെ ന ബിഭേദി കുതശ്ചന, ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന് പറയും. ആ ഭയം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. സംസാരം അത് ആദി അന്തരഹിതമാണ്. ജന്മമരണങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവന് ഭയം ഉണ്ടാകും. അപ്പോൾ ആത്മബോധം കൊണ്ട് ആ ഭയം അവനില്ലാതായിരിക്കുന്നു. പാപത്തെ ഭയക്കുന്നു, ദുഃഖത്തെ ഭയക്കുന്നു. അതിനെല്ലാത്തിനെ സംബന്ധിച്ചും ഭയമുണ്ടല്ലോ. അനേക ജന്മങ്ങളുടെ പാപമുണ്ട്, അതൊക്കെ ഇനി അനുഭവിച്ചു തീർക്കണം. ദുഃഖ അനിഷ്ടമാണ്, അപ്പം അതിനെ ഭയക്കുന്നു. ഇത്തരത്തിലുള്ള ഭയങ്ങൾ അതില്ലാതാകുന്നു. അത് അവിടെയും തെറ്റിദ്ധരിക്കരുത്. സുഖദുഃഖങ്ങളില്ലാതാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഭയമില്ലാതാകുന്നു എന്ന് പറയുന്നു. അപ്പൊ സാധാരണ നമ്മൾ പറയുന്ന ഈ ബാഹ്യമായ ഭയം അത് ഇല്ലാതാകുന്നതല്ല. അത് തന്റെ ഇടമുള്ളവന് ഭയമില്ലാതിരിക്കും. സാധാരണ നമ്മൾ ഞെട്ടുന്ന ഭയമുണ്ടല്ലോ, ആ ഭയം ഇല്ലാതാകുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. അത് ഞെട്ടുന്ന ഭയം ഇല്ലാതാകുന്നതിന് തന്റെ ഇടം, ധൈര്യമുള്ളവന് നമ്മൾ ഇരുട്ടത്ത് പോയി പേടിയാക്കിയാൽ പേടിയാകത്തില്ല. മനസ്സിന് നല്ല ഉറപ്പുള്ളവൻ. അത് തത്വജ്ഞാനത്തിന്റെ ലക്ഷണമല്ല. ഈ തത്വജ്ഞാനി പരീക്ഷിക്കുകയും ചെയ്ത് ഇരുട്ടത്തി എന്ന് വിളിച്ചിരുന്നിട്ട് ബാ എന്ന് പറഞ്ഞ ചെന്ന് ബോധം കെട്ട് വീഴും, ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ഭയത്തെയല്ല ഇവിടെ പറയും. പറഞ്ഞല്ലോ, ബാഹ്യമായ സുദുഃഖാദി വികാരങ്ങളെപ്പോലെ, ക്ഷുത്പിപാസാദി വികാരങ്ങളെപ്പോലെ അത്തരത്തിലുള്ള അത് ശരീരവും മനസ്സും പ്രതികരിക്കുന്നതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി. അതാണ് അവിടെ എന്ത് സ്വീകരിക്കണം? പശ്വാദി വിശേഷ. അങ്ങനെ തത്വജ്ഞാനി പരീക്ഷിക്കാൻ പറ്റും. പേടിക്കുമോ? അത് നല്ല പട്ടാളക്കാർക്കൊക്കെ ഉണ്ട് നല്ല ധൈര്യം. പേടിപ്പിച്ചാൽ അവർ പേടിക്കത്തില്ല. അത് പരിചയം കൊണ്ട് സംഭവിക്കും. രാത്രിഞ്ചരന്മാർക്കൊന്നും പേടിയില്ല. രാത്രി സഞ്ചരിക്കുന്ന കള്ളന്മാർക്ക് അവർക്കൊന്നും പേടിയില്ല. അവര് യക്ഷിയും ഭൂതവും ഒക്കെ കാവലിരിക്കുന്ന ദേവന്മാരെ വേരോടെ പറിച്ച് തോളി വെച്ചോണ്ട് പോകും. കൊണ്ടുവന്ന് വിറ്റ് കാശ് വാങ്ങിക്കും. ഒരു പേടിയില്ല അവർക്ക്. ആ സമയത്ത് അവർക്ക് പേടിയൊന്നും തോന്നത്തില്ല. അവിടെ ഇല അനങ്ങിയാലോ പട്ടി കുരച്ചാലോ ഒന്നും പേടിക്കത്തില്ല. അപ്പോൾ അതല്ല ധൈര്യം എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ ഒരു ബലം. ഇതെന്താണ്? സംസാരഭീതി. ആ ഭീതി അത് നിസ്സംശയം അവനിൽ മാറിയിരിക്കുന്നു.
അതെല്ലാം ഈ ആത്മബോധത്തിൽ ഈ വിഷയങ്ങളെ അവൻ കാണുമ്പോൾ വരുന്ന അവന്റെ നിശ്ചിന്തതയെന്നോ അല്ലെങ്കിൽ ശാന്തിയെന്നോ തസ്മാത് ശാന്തിരനന്തരം എന്നൊക്കെ ഗീതയിൽ പറയുന്നു. അതിനെക്കുറിച്ച് പറയുന്നു. അല്ല ബാഹ്യമായ വികാരങ്ങളെക്കുറിച്ചല്ല. ബാഹ്യമായ വികാരങ്ങൾക്ക് ഒന്നുകിൽ അതിന് അകസ്മാതെന്ന് പറയണം, അല്ലെങ്കിൽ പ്രാരബ്ധം എന്ന് പറയണം. അതെങ്ങനെയാ അതിനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നത് എന്താണ്? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. ഭഗവത്ഗീതയും പറയുന്നു ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാകും. അവിടെ ആ തന്റെ ബോധത്തിൽ താൻ കർമ്മത്തിനതീതനാണ്, കർത്തൃത്വ ഭക്തൃത്വം അതിലില്ലാത്തവനാണ്, അസംഗനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, ഏകനാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ നിത്യമുക്തനാണ്. ഈ ബോധത്തിൽ പിന്നെ അവിടെ ഏത് പ്രാരബ്ധം, ഏത് സഞ്ചിതം, ഏത് ആഗാമി, അവിടെ തന്റെ ആ സ്വരൂപത്തെ ബാധിക്കാൻ ഇതിനൊന്നും ശേഷിയില്ല. അതാണ് തന്റെ വാസ്തവ സ്വരൂപം. ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. എന്താണ്? എവിടെയാണോ ബാധക ഭാവമുള്ള ഈ പ്രപഞ്ചത്തിൽ, തന്റെ മനസ്സിൽ അതിനും ആധാരമായിരിക്കുന്ന അല്ലെങ്കിൽ സർവാത്മകമായിരിക്കുന്ന തത്വത്തെ ഇതൊന്നുമില്ല. സർവകർമാണി, അതാ തത്വജ്ഞന്റെ അനുഭവം അതിനെ പറയുന്നു. ഇത്യാദി സ്മൃതിഭ്യശ്ച എന്ന് പറഞ്ഞിവിടെ തത്വജ്ഞാനം, പ്രാരബ്ധം, മുക്തി, ജന്മനാശം, ദുഃഖനാശം തുടങ്ങിയ അദ്വൈത മുഖ്യമായ വിഷയങ്ങളെ എല്ലാം കൂടെ ചർച്ച ചെയ്ത് അത് വിഷയം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്തു വരുന്നത് വീണ്ടും ദേവന്മാര് അവരുടെ പ്രതിബന്ധങ്ങളും ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ശാന്തി ശാന്തി ശാന്തി.